കോൺഗ്രസിന് പുറത്ത് മറ്റ് രാഷ്ട്രീയ സാധ്യതകൾ തേടുന്നുവെന്ന വാർത്തകൾ തള്ളിയിരിക്കുകയാണ് തിരുവനന്തപുരം MP ശശി തരൂർ. കോൺഗ്രസിന് തന്റെ സേവനം ആവശ്യമില്ലെങ്കിൽ തനിക്ക് മറ്റ് സാധ്യതകളുണ്ട് എന്നാണ് തരൂർ പറഞ്ഞതായി ദി ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന വാർത്ത. ഇത് തള്ളിയാണ് തരൂർ ഇപ്പോൾ രംഗത്ത് വന്നത്. സമൂഹ മാധ്യമമായ എക്സിലാണ് തരൂരിന്റെ പ്രതികരണം. താൻ പറഞ്ഞതിനെ വളച്ചൊടിച്ചതാണെന്നും ഇത് അടിസ്ഥാനരഹിതവും ഉത്തരവാദിത്തരഹിതവുമായ റിപ്പോർട്ടിംഗ് ആണെന്നും ശശി തരൂർ കുറ്റപ്പെടുത്തുന്നുണ്ട്. സാഹിത്യ ലോകത്ത് തന്റെ സമയം ഉപയോഗപ്പെടുത്താനുള്ള നിരവധി അവസരങ്ങളുണ്ട് എന്ന് താൻ പറഞ്ഞ ഒരു നിരുപദ്രവകരമായ പ്രസ്താവനയെ രാഷ്ട്രീയത്തിൽ തനിക്ക് മറ്റ് അവസരങ്ങളുണ്ട് എന്ന് പറഞ്ഞതായി ഇന്ത്യൻ എക്സ്പ്രസ് ഇംഗ്ലീഷിൽ തെറ്റായ തലക്കെട്ട് നൽകിയതായി തരൂർ ആരോപിച്ചു. പതിവ് പോലെ മറ്റു മാധ്യമങ്ങൾ ഈ തലക്കെട്ട് ഏറ്റെടുത്തു. രാഷ്ട്രീയ കേന്ദ്രങ്ങൾ അതിൽ പ്രതികരണങ്ങൾ നടത്തി. താൻ ഈ കുഴപ്പങ്ങൾക്കൊക്കെ നടുവിലായി എന്നാണ് തരൂർ കുറിച്ചത്. ഇതുകൂടാതെ ഇന്ത്യൻ എക്സ്പ്രസ് താൻ പറയാത്ത ഒരു കാര്യം വ്യാജ വാർത്തയായി നൽകിയെന്നും തരൂർ ആരോപിക്കുന്നുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് നേതാവില്ലെന്ന് തരൂർ പറഞ്ഞതെന്നായിരുന്നു വാർത്ത. തന്റെ വീഡിയോയിൽ എവിടെയാണ് ഇത്തരമൊരു കാര്യം പറയുന്നത് എന്ന് പരിശോധിക്കാൻ ആ മാധ്യമ സ്ഥാപനത്തോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആ പോഡ്കാസ്റ്റിൽ എവിടെയും അത്തരമൊന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. അതേ തുടർന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ഒരു തിരുത്ത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. എന്നാൽ അപ്പോഴേക്കും അതുകൊണ്ടുണ്ടാകേണ്ട നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞിരുന്നു എന്നും തരൂർ പറയുന്നുണ്ട്. ഇതെല്ലാം എന്റെ കണ്ണ് തുറപ്പിക്കാനുതകുന്നവയായിരുന്നു. ഒരു ചെറിയ കാര്യത്തിൽ മാത്രമായിരുന്നു പ്രശ്നം. ഈ കഥ മുഴുവനും തന്നെ അടിസ്ഥാനരഹിതമായിരുന്നു. ഞാൻ പറഞ്ഞ വാക്കുകൾ എന്തുകൊണ്ടും ഈ അർത്ഥം സൂചിപ്പിക്കുന്നതായിരുന്നില്ല. ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ് വർഷങ്ങളായി വായിക്കുന്ന ആളാണ്. അത് വളരെ ബൃഹത്തായ ഒരു ചരിത്രം പേറുന്ന പത്രമാണ്. ഇപ്പോൾ പോലും അതിന്റെ ഓപ്പേഡ് പേജുകൾ ഇന്ത്യയിലെ ഏറ്റവും ഗുണമേന്മയുള്ളവയാണ്. എന്നിരുന്നാലും ഈ അനുഭവം ഇന്ത്യൻ മാധ്യമങ്ങളുടെ നിലവാരത്തെക്കുറിച്ചുള്ള എന്റെ ആകുലതകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ഈ വാക്കുകൾ കോപത്തോടെ അല്ല, ദുഃഖത്തോടെയാണ് എഴുതുന്നത്. അവരെല്ലാവരും തനി സ്വഭാവം കാണിക്കുന്നതിനാൽ അവരെ കുറ്റപ്പെടുത്താനാകില്ല. സത്യത്തിനോ വസ്തുതകൾക്കോ യാതൊരു പ്രാധാന്യവും നൽകാതെ ക്ലിക്ക് ബൈറ്റ് തലക്കെട്ടുകൾക്കായുള്ള അത്യാഗ്രഹം, തികച്ചും നിരുപദ്രവകരമായ കാര്യങ്ങളെ വലിയ വിവാദങ്ങളാക്കാനുള്ള ഉന്മാദം, ഇത് നമ്മുടെ മാധ്യമ സംസ്കാരം എവിടേക്ക് എത്തിയിരിക്കുന്നു എന്ന് കാണിച്ചു തരുന്നു. നമ്മുടെ ജനാധിപത്യം ഒരു സ്വതന്ത്ര മാധ്യമമില്ലാതെ മുന്നോട്ടു പോവാനാവില്ല. ഒരു ജനാധിപത്യവാദി എന്ന നിലയ്ക്ക് മാധ്യമങ്ങളുടെ മേൽ നിയന്ത്രണം വേണം എന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. നമുക്ക് വേണ്ടത് സത്യസന്ധമായ പ്രവർത്തിക്കുന്ന മികച്ച മാധ്യമ പ്രവർത്തനമാണ്. എന്നാൽ ഇന്ത്യൻ മാധ്യമങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുമെന്നൊരു പ്രതീക്ഷ പോലും വെറുതെയാണോ എന്ന് തരൂർ കുറിച്ചു. ഇത്തരം റിപ്പോർട്ടിംഗ് നിന്ന് എന്ത് സംരക്ഷണമാണ് പൊതുപ്രവർത്തകർക്കുള്ളതെന്നും ശശി തരൂർ ചോദിക്കുന്നുണ്ട്. ഡൽഹിയിൽ കോൺഗ്രസ് നേതൃയോഗം ചേരാനിരിക്കെയാണ് ശശി തരൂർ വിശദീകരണവുമായി രംഗത്ത് വന്നത്. തരൂരിന്റെ പോഡ്കാസ്റ്റുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വാർത്തകൾ കോൺഗ്രസിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിക്കുന്നത്. തരൂർ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോകുമെന്നതടക്കം വാർത്തകൾ പ്രചരിച്ചിരുന്നു. അതേസമയം ഇതിനിടയിൽ MP-യുടെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റും ചർച്ചയാവുകയുണ്ടായി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനും ബ്രിട്ടീഷ് സർക്കാരിന്റെ പ്രതിനിധിക്കുമൊപ്പമുള്ള ചിത്രമാണ് തരൂർ എക്സിൽ ദിവസങ്ങൾക്ക് മുൻപ് പങ്കുവച്ചത്. നരേന്ദ്രമോദി സർക്കാരിന്റെ നടപടിയെ സ്വാഗതം ചെയ്തുള്ള തരൂരിന്റെ വാക്കുകളും ഇതോടൊപ്പം ചർച്ചയായിരുന്നു. തരൂരിന്റെ വാക്കുകളും ലേഖനങ്ങളും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ അദ്ദേഹം നടത്തിയ പ്രതികരണം കൂടുതൽ വിശദമാവുകയും ചെയ്തു. തനിക്ക് മുൻപിൽ മറ്റു വഴികളുണ്ടെന്ന തരൂരിന്റെ വാക്കുകളും പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര മന്ത്രിക്കൊപ്പമുള്ള തരൂരിന്റെ സെൽഫി.